സാറേ, ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും ഒരുപോലെ സുഹൃത്തുക്കളെ പോലെ നടന്നവരാ. പിന്നീട് ഇരുവരും തമ്മിൽ തെറ്റി. അന്ന് മസ്ക് പറഞ്ഞിരുന്നു ഇനി പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും, അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടിയായിരിക്കും അതെന്നൊക്കെ. ഇപ്പോൾ അത്തരത്തിലൊരു പ്രഖ്യാപനത്തിലേക്ക് വന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. സിനിജി പറഞ്ഞതിൻ്റെ അകത്തൊരു വ്യത്യാസമുണ്ട്. 2022 വരെ ഇവർ സുഹൃത്തുക്കളല്ലായിരുന്നു. പെട്ടെന്നുണ്ടായ സൗഹൃദം. അതായത് ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല കച്ചവടക്കാരൻ ആരാണെന്നുള്ളതാണല്ലോ ചോദ്യം. അതെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ട്രംപാണ് നല്ല കച്ചവടക്കാരൻ. ട്രംപിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് സാമ്പത്തിക ഞെരുക്കമുണ്ടായിരുന്നു. കയ്യിൽ നിന്ന് എടുത്ത് ആരും ചെലവാക്കില്ലല്ലോ. ആ സമയത്ത് ഇയാൾ കൊണ്ടുപോയി കുറച്ച് പൈസ പിടിപ്പിച്ചു. അതിരുന്നോട്ടെ എന്ന് ട്രംപ് വിചാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിച്ചിരുന്ന ആളുകളാണ് ട്രംപും മസ്കും. ഇലക്ഷൻ സമയത്ത് കൂട്ടാ അല്ലെ? വെറും ഒരു താൽക്കാലിക പ്രതിഭാസമായിട്ട് മാത്രം നിന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ പ്രസിഡന്റിനെ കൊണ്ട് കച്ചവടത്തിൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട് മസ്കിന്. അപ്പോൾ ഇയാളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇയാൾ പ്രസിഡന്റ് ആകുന്നു തോന്നിയിട്ടാണല്ലോ ഇയാൾക്ക് കൊണ്ടുപോയിട്ട് കാശ് കൊടുക്കുന്നത്. 2500 കോടി രൂപയോളം കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറൻസി അനുസരിച്ച്. അപ്പോൾ ഈ ഒരുപാട് മറ്റേ സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, അതിന് ഒരുപാട് കരാറ് കിട്ടും അമേരിക്കയിൽ നിന്ന്. ഇലക്ട്രിക് കാറിന് സബ്സിഡി കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ മസ്ക് പോയത്. ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ആ സബ്സിഡി വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു ബ്യൂട്ടിഫുൾ ബിൽ, എ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചില്ലേ വെള്ളിയാഴ്ച ട്രംപ്. ഇത് മുഴുവൻ ഇയാളുടെ കച്ചവടത്തിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു ബില്ലാണത്. അപ്പോൾ ഇതുവരെ കൊടുത്ത ആനുകൂല്യങ്ങൾ മുഴുവൻ പിൻവലിക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് സ്പേസ് എക്സിനുള്ള കരാറും പോവും. ഇതിന് പുറമെയാണല്ലോ നമ്മൾ നേരത്തെ രണ്ടുപേരും ഒരു വീഡിയോ ചെയ്തതല്ലേ ആ വൈറ്റ് ഹൗസിൽ മസ്കിനെ തല്ലിയത്. എന്നിട്ടല്ലേ ആ കണ്ണ് വിങ്ങിയിരുന്നത്. അപ്പോൾ തല്ലും കിട്ടി. അതാണ് ഞാൻ പറഞ്ഞേ, സ്വന്തം ആഫീസിൽ വെച്ചിട്ട് വേറൊരാളെ കൊണ്ട് തല്ലിക്കുകയും ചെയ്തു. അതാണ്. അപ്പോൾ അമേരിക്കൻ പാർട്ടി എന്നാണ് മസ്ക് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടിയുടെ പേര്. അപ്പോൾ മസ്ക് പറഞ്ഞിരിക്കുന്നത് ധൂർത്തും അഴിമതിയും കൊണ്ട് പാപ്പരാകുന്ന, അതായത് ധൂർത്തും അഴിമതിയും കൊണ്ട് അമേരിക്ക പാപ്പരാകുന്ന ഏകകക്ഷി സംവിധാനമാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾക്ക് ഞാൻ ജനാധിപത്യം തരും, സ്വാതന്ത്ര്യം തരും എന്നാണ് മസ്ക്, പുള്ളിയുടെ പ്ലാറ്റ്ഫോമാണല്ലോ എക്സ്, അതിൽ പറഞ്ഞിരിക്കുന്നത്. ഏകകക്ഷി സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദ്വികക്ഷി സംവിധാനമാണ് 200 കൊല്ലമായിട്ട് അമേരിക്കയിൽ നിൽക്കുന്നത് അല്ലേ? ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കനുകളും ഈ രണ്ടും കൂടി ഒന്നിച്ചാണ് കാണുന്നത് മസ്ക്. അതാണ് ഏകകക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു. വെള്ളിയാഴ്ച മസ്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അമേരിക്കൻ ജനതയോട്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ? ഈ ചിലർ ഏകകക്ഷി എന്ന് പറയുന്ന ഈ 2 കക്ഷി സംവിധാനത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ 12 ലക്ഷം പേര് അതിന് കമൻറ്റ് ചെയ്തു, അവരുടെ അഭിപ്രായം പറഞ്ഞു. ഇത് വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത ദിവസം പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്, അമേരിക്കൻ പാർട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ DOG എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കിയിരുന്നല്ലോ. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ എക്സിലൊരു ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു, ട്രംപും മസ്കും കൂടി നിന്നിട്ട്. അപ്പോഴാണ് DOGE എന്ന് പറഞ്ഞൊരു സാധനം ഞങ്ങൾ കെട്ടിപ്പടുക്കും എന്ന് പറഞ്ഞത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി. ധൂർത്ത്, വേസ്റ്റ് ഇതൊക്കെ കുറയ്ക്കുക, ആളുകളെ വെട്ടിക്കുറയ്ക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ അധ്യക്ഷനായിട്ട് മസ്ക് വന്നു. എന്നിട്ട് മസ്ക് പല ആളുകളെയൊക്കെ പിരിച്ചുവിടാനൊക്കെ തുടങ്ങി. ഇതിനെതിരെ ആളുകൾ പ്രക്ഷോഭമൊക്കെ നടത്താനും തുടങ്ങി. അത് വലിയ പുലിവാലായി തീരുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിരുന്ന വിവേക് രാമസ്വാമി ഉടനെ തന്നെ മസ്കുമായിട്ട് തർക്കിച്ച് ഉടനെ പിരിഞ്ഞു പോയല്ലോ. അപ്പം തന്നെ ഇത് 2 പേരിൽ നിന്ന് ഒരാൾ പോയി, മസ്ക് മാത്രമായി. മസ്കിൻ്റെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നു. പിന്നെ പരാതികളുണ്ടായി, മസ്ക് ശമ്പളം വാങ്ങിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ വന്നല്ലോ. അയാൾ വലിയ കച്ചവടക്കാരനാണ്, അയാളുടെ താല്പര്യം ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ കഴിഞ്ഞ 200 കൊല്ലത്തെ ആ സിസ്റ്റം മാറ്റിമറിക്കും
എന്നുള്ളതാണ് മസ്ക് അമേരിക്കൻ ജനതയോട് പറയുന്നത്. ഈ വെള്ളിയാഴ്ച ട്രംപ് ടാക്സ് കട്ട് ആൻഡ് സ്പെൻഡിങ് ബിൽ, അതാണ് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറയുന്നത്, മസ്കിന് വിരോധമുള്ള ബില്ലാണ്. ടാക്സ് കട്ട് ആൻഡ് സ്പെൻഡിങ് ബില്ലിൽ ഒപ്പിട്ടു. അത് ഈ കോൺഗ്രസ് പാസ്സാക്കി കഴിഞ്ഞാൽ ഞാൻ പാർട്ടി ഉണ്ടാക്കും, അതിൻ്റെ പേര് അമേരിക്കൻ പാർട്ടി എന്നായിരിക്കും എന്നൊക്കെ മസ്ക് പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞിരുന്നു. നമ്മളത് അത്ര ഗൗരവത്തിൽ എടുത്തില്ല. കാരണം PV അൻവർ പാർട്ടി ഉണ്ടാക്കുന്ന പോലെയാണെന്നൊക്കെ കരുതി. രണ്ട് വലിയ സിസ്റ്റം അവിടെ ഉള്ളപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞാൽ. അപ്പോൾ ഈ ബില്ല് മസ്കിൻ്റെ മൊത്തം താല്പര്യങ്ങൾക്ക് എതിരാണ്. ടെസ്ലയുടെ ഉടമസ്ഥനാണല്ലോ അയാൾ, ടെസ്ലയാണ് കാർ കമ്പനി. ടെസ്ല ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡി ഉണ്ട്. അപ്പോൾ ടെസ്ലയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇനി സബ്സിഡി വല്ലാതെ വെട്ടിക്കുറയ്ക്കും. സ്പെൻഡിങ് ബില്ലല്ലേ ഇത്, അപ്പോൾ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കും, ഇതും കുറയും. സ്പേസ് എക്സിന് സർക്കാർ കരാറുകൾ പോവുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ വലിയ പദ്ധതിയൊക്കെ അവിടെ വരാൻ പോകുന്നില്ലേ, ആ വലിയ ഗോൾഡൻ ഡോമൊക്കെ വരാൻ പോകുന്നില്ലേ, അതിലൊക്കെ സ്പേസ് എക്സ് ഉണ്ടാകുമെന്ന് വിചാരിച്ചതല്ലേ. കാരണം ബഹിരാകാശ പദ്ധതിയാണത്, ആകാശത്ത് നിന്ന് യുദ്ധം നടത്താനുള്ള പദ്ധതിയല്ലേ. അപ്പോൾ അതിലൊക്കെ ഇനി ഇയാൾ ഉണ്ടാവില്ല എന്നർത്ഥം. അമേരിക്കൻ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം, അവിടെ ഫെഡറൽ ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് സംവിധാനം. ആ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഈ അമേരിക്കൻ പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. ആരൊക്കെയായിരിക്കും നേതാക്കൾ എന്നറിയില്ല, അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും, ഈ വിവരമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപിന് മസ്ക് കൊടുത്തത് $280 മില്യൺ, 2394 കോടി രൂപ ആണ് കൊടുത്തത്. ഏറ്റവും വലിയ ധനികനാണല്ലോ ലോകത്തിലെ മസ്ക്. 2022 ഈ മസ്ക് പറഞ്ഞിരുന്നു ട്രംപിന് വയസ്സായി, ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ട്രംപ് പറഞ്ഞിരുന്നു ഹീസ് എ ബുൾഷിറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. യൂസ്ലെസ് ആണ്, ഊളയാണ് എന്ന് പറയാം, അതാണ് പറഞ്ഞത്. 2016 ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ പറഞ്ഞിരുന്നു. 2020 ഇവർ തമ്മിലൊരു പ്രണയം കെട്ടി പൊക്കുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മസ്ക് പറയുന്നത് ട്രംപ് ഈസ് എ സ്ട്രൈറ്റ് മാൻ, നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയുന്ന ആളാണ് എന്ന് പറഞ്ഞത്. ജൂൺ ആയപ്പോൾ അത് മാറി എന്ന് പറഞ്ഞാൽ 3 മാസമേ നല്ല മനുഷ്യനായിട്ട് ട്രംപ് ഇരുന്നുള്ളൂ മസ്കിൻ്റെ കൂടെ. ഈ ട്രംപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യം മസ്ക് ട്രംപിനെ അല്ല അനുകൂലിച്ചിരുന്നത്, റോൺ ഡി സാന്റിസിനെയാണ് പ്രിഫർ ചെയ്തിരുന്നത്. പിന്നെയാണ് മാറുന്നത്. അപ്പോൾ ട്രംപ് അപ്പോൾ പറഞ്ഞത് മസ്ക് കുറേ സഹായം ചോദിച്ച് എൻ്റെ അടുത്ത് പിച്ച തേണ്ടി വന്നു, അപ്പം ഞാൻ സ്വീകരിച്ചതാണ് എന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത്. അപ്പോൾ ട്രംപിനെ പറ്റി തന്നെ ഈ ട്രംപിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തു ആ സമയത്ത് മസ്ക്. എന്നിട്ട് പറഞ്ഞിരുന്നു ഹീസ് എ ഡിസ്റപ്റ്റർ എന്ന് പറഞ്ഞിരുന്നു, നാശകാരിയാണ്, സംഹാരിയാണ് എന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത്. ട്രംപിൻ്റെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിട്ട് ട്വിറ്ററിൽ, അങ്ങനെയാണല്ലോ ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞ് സ്വന്തം അക്കൗണ്ട് തുടങ്ങുന്നത്. അതിൽ കൂടിയാണ് ട്രംപ് കാര്യങ്ങൾ പറയുന്നത്. പ്രസിഡന്റ് പറയുമ്പോൾ ആളുകൾ അവിടെ പോയി നോക്കുമല്ലോ എല്ലാ ദിവസവും, അതിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. ഈ ജൂലൈ 13 ഈ ബട്ട്ലർ മറ്റേ അസാസിനേഷൻ, ഒരു വധശ്രമം ഉണ്ടായില്ലേ, ബട്ട്ലർ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ ആക്രമിച്ചില്ലേ, ചെവിയുടെ അടുത്ത് കൂടി വെടിയുണ്ട പോയി, എന്നിട്ട് ട്രംപ് രക്ഷപ്പെട്ടു. ആ വധശ്രമത്തിന് ശേഷമാണ് മസ്ക് ട്രംപിൻ്റെ പക്ഷത്ത് ചേരുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ജൂലൈ 13 ആയിരുന്നു വധശ്രമം. അതിനുശേഷം മാത്രമാണ് ഇവർ സുഹൃത്തുക്കളാകുന്നത്. ഓഗസ്റ്റ് 12 ട്രംപിനൊപ്പം എക്സ് ലൈവ് സ്ട്രീമിൽ വന്നു. അതിലാണ് ഗവൺമെൻറ് എഫിഷ്യൻസി കമ്മീഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ DOJ ഉണ്ടാകുന്നത്. ഇപ്പോൾ പാർട്ടി ഉണ്ടാക്കിയ ട്രംപ് ഒരു
പത്രപ്രവർത്തകയോട് പറഞ്ഞു, ട്രംപ് 3.5 കൊല്ലം ഇനി ഉണ്ടാവുള്ളൂ, ഞാൻ 40 കൊല്ലം ഉണ്ടാവും അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൂൺ 5-ാം തീയതി കഴിഞ്ഞ ദിവസം മസ്കിന് $35 ബില്യൺ കച്ചവടത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ടെസ്ലയുടെ ഓഹരി 15% ഇടിഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളൊരു ഗൗതം ഭാട്ടിയെ ഒരുപാട് കോടികൾ കൊടുത്ത് നിയമിച്ചിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ തകർന്നു കിടക്കുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗൗതം ഭാട്ടിയെ നിയമിച്ചിരിക്കുന്നത്. കാരണം ഒരു തകർന്ന കമ്പനി ഇത്രയും കോടികൾ കൊടുക്കുമോ? കാരണം മാസം തന്നെ 10 കോടിയോ 15 കോടിയോ ഒക്കെ വരും ശമ്പളം. അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, നമ്മൾ വേറെ ചർച്ച ചെയ്തില്ല. അപ്പോൾ വൈറ്റ് ഹൗസിലൊരു തല്ല് നടന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതെ, അന്ന് മസ്കിനെ തല്ലിയത് ട്രഷറി സെക്രട്ടറി സ്റ്റീവ് ബെന്നൻ ആണ് തല്ലിയത്. കാരണം മീറ്റിംഗ് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇടനാഴി കൂടി നടന്നു വരുമ്പോഴാണ് അങ്ങോട്ട്, അതായത് ഈ തോള് കൊണ്ട് ബെന്നനെ ഇടിച്ചു. അപ്പോഴാണ് ബെന്നൻ ഒരു അടി കൊടുത്തത്. കണ്ണ് പിന്നെ കലങ്ങി വിങ്ങി ഇവിടെ തടിച്ചിരുന്നു. മുമ്പ് KB ഗണേഷ് കുമാറിൻ്റെ കണ്ണ് ഇരുന്ന പോലെ. അപ്പോൾ സ്കോട്ട് ബെസന്റ് തല്ലിയത് സ്റ്റീവ് ബണ്ണനല്ല. സ്റ്റീവ് ബണ്ണൻ ഇപ്പോൾ ട്രംപിനെ ഉപദേശിച്ചിട്ടുണ്ട് കരാർ റദ്ദാക്കുക, മസ്കുമായിട്ടുള്ള പൗരത്വം. സൗത്ത് ആഫ്രിക്കയിലാണല്ലോ ജനിച്ചത്. അപ്പോൾ പൗരത്വം എങ്ങനെയാണ് കിട്ടിയതെന്ന് അന്വേഷിക്കുക, അതും റദ്ദാക്കുക. തല്ലിയത് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആണ്. നേരത്തെ നമ്മളത് ചർച്ച ചെയ്തിരുന്നതാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.